വോയിസ് നമുക്ക് കേൾക്കാം. ആ ചേച്ചിയുടെ ആ വോയിസ് തന്നെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ അതിലേക്ക് പോവാം. ഗുരുവേ ശരണം. ഈ അടുത്ത് ഗുരുപരമ്പരയെ നശിപ്പിച്ച കരിദിനം ഫെബ്രുവരി 22 എന്ന വീഡിയോ കേൾക്കുവാനിടയായി. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ഒന്ന് പുറകിലോട്ട് പോയി. അതിൽ സംസാരിച്ച ഗുരുഭക്തിയുടെ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ പറയണമോ വേണ്ടയോ എന്ന് പലവട്ടം ശങ്കിച്ച ഒരു കാര്യമാണ്, ഒരു ദർശനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗുരു ശരീരത്തിൽ ഇരുന്നപ്പോൾ പല അനുഭവങ്ങളും ദർശനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഗുരു തിരുത്തി തരികയും അതിനെല്ലാം കുറിച്ച് വിശദമായി പറഞ്ഞു തരികയും ചെയ്തിരുന്നു. എൻ്റെ ഒരു ദർശനത്തെക്കുറിച്ചാണ് എനിക്കും പറയാനുള്ളത്. ആ ദർശനം എനിക്ക് കിട്ടിയത് ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം അമൃതജന്യയുടെ ക്ഷീരബല നീരാട്ടും വാഴയില നീരാട്ടും കഴിഞ്ഞ് അവർ എല്ലാവരെയും കാണുന്ന സമയമായിരുന്നു. ഒരു ദർശനം ഇപ്രകാരമായിരുന്നു. ഒരു വലിയ പാറമടയിൽ ഗുരുവും ഞാനും ഉണ്ട്. കുറച്ചകലെ സന്യാസിനിമാരെ കാണാം. അവിടെ വെച്ച് സന്യാസിനിമാർ വലിയ ആഹ്ലാദത്തോടെ രതിക്രീഡയിൽ ഏർപ്പെടുന്നത് കണ്ടു. എനിക്കും ഗുരുവിനും നോക്കിയാൽ കാണാൻ പറ്റുന്ന അകലത്തായിരുന്നു അവർ ഇത് ചെയ്യുന്നത് കണ്ടത്. ഇത് കണ്ട ഗുരുവിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു. ഞാൻ ഗുരുവിനോട് തൊഴുത് ഭയത്തോടെ നിൽക്കുകയായിരുന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഈ ദർശനം കണ്ട വിവരം പറയാൻ ഞാൻ ആശ്രമത്തിൽ പോയി. അമൃതജന്യെ കണ്ട് വിവരം പറഞ്ഞു. ഞാൻ ഭയന്നിട്ടാണ് പറഞ്ഞത്. എന്നാൽ ജനനി സന്തോഷത്തോടെ പറഞ്ഞു, അത് കൃഷ്ണന്റെ ഒരു വശമാണ്, അമൃതാണ് എന്ന്. ഈ വിവരം ചേച്ചി എല്ലാ സന്യാസിമാരെയും വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഞാൻ ഇത് പറഞ്ഞു. ഞാൻ ഇപ്പോൾ അറിയുന്നത് ഇതുപോലെ പലർക്കും ഈ വിഷയം ദർശനത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ആശ്രമത്തിൽ സംഭവിക്കാൻ പോകുന്ന അപജയത്തെക്കുറിച്ച് ഗുരു എനിക്ക് ഒരു വാർണിംഗ് തന്നതാണോ ഇത് എന്ന് സംശയവുമുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് മുതൽ ഇതെന്റെ മനസ്സിൽ എപ്പോഴും തികട്ടി വരുന്ന, ഇപ്പോൾ കണ്ടതുപോലെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ദർശനമാണ്. എന്താണ് ഗുരു ഇങ്ങനെ കാണിച്ചു തന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ എല്ലാമായ ഗുരുവിന്റെ ആശ്രമത്തിൽ വന്ന അപജയം മാറി ആശ്രമത്തിലും പരമ്പരയിലും ഗുരുവിന്റെ ഇച്ഛ നടപ്പിലാകണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. സദ്ഗുരുവേ ശരണം. കേട്ടില്ല ചേച്ചിയുടെ വോയിസ്? ആ ചേച്ചി കണ്ട കാര്യം ഇവിടെ വന്ന് പറയുന്നു. ഈ അമൃതാജന്യോട് പറയുമ്പോൾ ആ അമൃതാജന്യ പറയുകയാണ്, ഈ പറയുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു വശമാണ്, അമൃതാണെന്ന് പറയുന്നു. കാരണം ഈ 16,008 ഭാര്യമാരെ രാസലീല ആടുന്ന ഒരു രീതിയിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന് ഈ ഹൈന്ദവ ധർമ്മത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെ പുരാണ ഒരു എഴുത്തുകാർ അവരുടെ ഭാവനക്കനുസരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഗുരു ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ 16,008 ഭാര്യമാരല്ല, കോടാനുകോടി വർഷം ജനിച്ച്